നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ലൈവ് at 6 ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സിറിയയിൽ കലാപം രൂക്ഷം. അസദ് ഭരണകൂടത്തെ വീഴ്ത്തി വിമതർ. പ്രസിഡന്റ് രാജ്യം വിട്ടു. കേരള സന്ദർശനം വെട്ടിച്ചുരുക്കി പാത്രിയാർക്കീസ് ബാവ മടങ്ങുന്നു. ഡൽഹി ചലോ മാർച്ചിന് നേരെ പോലീസ് നടപടി. കർഷകർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർ വാതകവും. 8 കർഷകർക്ക് പരുക്ക്. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സംഘർഷം. അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനം വൈകും. സൗദി കോടതി വിധി പറയുന്നത് മാറ്റി. നിരാശയിൽ കുടുംബം. അനുകൂല ഉത്തരവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സഹോദരൻ. മുനമ്പം വിഷയത്തിൽ UDF-ൽ ഭിന്നത. VD സതീഷിനെതിരെ KM ഷാജി. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. തങ്ങൾ പറയുന്നതാണ് ലീഗ് നിലപാടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പ്രകാശ് ജാവദേക്കർ സമരപ്പന്തലിൽ. പള്ളിത്തർക്ക പരിഹാര ചർച്ചകളെ പിന്തുണച്ച പാത്രിയാർക്കീസ് ബാവ. സഭകളുടെ ഐക്യവും സമാധാനവും അനിവാര്യം. പ്രശ്നപരിഹാര ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത് ഇഗ്നാത്തിയോസ് അപ്രേം ബാവ. ജോസഫ് മാർ ഗ്രിഗോറിയോസ് യാക്കോബായ സഭയുടെ പുതിയ അധ്യക്ഷൻ. അഡ്ലൈഡ് ടെസ്റ്റിൽ ഇന്ത്യയെ തകർത്ത ഓസ്ട്രേലിയ. ഓസീസിന് ജയം. 10 വിക്കറ്റിന്. ടെസ്റ്റ് റാങ്കിങ്ങിൽ ഓസ്ട്രേലിയ 1-ാം സ്ഥാനത്ത്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. അസദ് വീണു. സിറിയ വിമതർ പിടിച്ചു. സിറിയയുടെ അധികാരം വിമതർക്ക് കൈമാറിയെന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി. താൻ രാജ്യത്ത് തന്നെ തുടരുമെന്നും അൽ ജലാലി പറഞ്ഞു. സിറിയയെ അസദ് ഭരണകൂടത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചുവെന്ന വിമതർ. പ്രസിഡന്റ് രാജ്യം വിട്ടെന്നും പ്രഖ്യാപനം. أنا في منزلي لم أغادره وذلك بسبب انتمائي إلى هذا البلد وعدم معرفتي لأي بلد آخر غيره وطنا. وإننا نمد يدنا حتى إلى المعارضين الذين مدوا يدهم. സിറിയയിലെ സുപ്രധാന മൂന്നാമത്തെ നഗരമായ ഹോംസും പിന്നാലെ തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ചെടുത്തതായും പ്രസിഡന്റ് ബഷാർ അൽ അസദ് രാജ്യം വിട്ടതായും വിമതർ പറഞ്ഞു. ഇതോടെ സിറിയ പൂർണ്ണമായും പിടിച്ചെടുത്തെന്നും ഏകാധിപത്യം അവസാനിപ്പിച്ചെന്നും സ്വതന്ത്ര രാജ്യമായെന്നും വിമതർ പ്രഖ്യാപിച്ചു. തടവുകാരെയും ഡമാസ്കസിലെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചതായും വിമതർ. വിമതർക്ക് അധികാരം കൈമാറാൻ തയ്യാറാണെന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി പറഞ്ഞു. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ഏത് നേതൃത്വമായാലും അവരുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് 18. ആഗോള സുറിയാനി സഭാ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവയുടെ കേരള സന്ദർശനം വെട്ടിച്ചുരുക്കി. സിറിയയിലെ ആഭ്യന്തര കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. 10 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ ബാവ ചൊവ്വാഴ്ച മടങ്ങും. രാവിലെ 9 മണിക്ക് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും ദുബായിലേക്കും തുടർന്ന് ദമാസ്കസിലേക്കും തിരിക്കും. സിറിയയിലെ സംഘർഷ സാഹചര്യത്തിൽ പാത്രിയാർക്കീസ് ബാവയുടെ സാന്നിധ്യം അനിവാര്യമെന്ന് ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് പറഞ്ഞു. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. റിയാദ് ക്രിമിനൽ കോടതി വിധി പറയുന്നത് മാറ്റി. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി ജയിലിൽ കഴിയുകയാണ് റഹീം. വിധി പറയുന്നത് മാറ്റിയതിൽ നിരാശയെന്ന് അബ്ദുൾ റഹീമിന്റെ കുടുംബം പ്രതികരിച്ചു. അടുത്ത സിറ്റിംഗിൽ അനുകൂല ഉത്തരവ് പ്രതീക്ഷിക്കുന്നതായി സഹോദരൻ നസീർ പ്രതികരിച്ചു.
റഹീമിൻ്റെ വിധി ഇന്നുണ്ടാകുമെന്നായിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. ഇന്ന് കോടതിയുടെ സിറ്റിങ്ങിൽ നേരത്തെ കഴിഞ്ഞ നവംബർ 17-നുണ്ടായിരുന്ന സിറ്റിങ്ങിൽ കോടതി മുന്നോട്ട് വെച്ച വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് നമ്മുടെ വക്കീലന്മാർ കാര്യങ്ങൾ അവിടെ സമർപ്പിച്ചു. അതിൻ്റെ ഭാഗമായി ആണ് ആ വാദം കേട്ട കോടതി വിധി പറയാൻ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഒരിക്കലും നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. കുറഞ്ഞ ദിവസങ്ങൾ കൂടിയാണെങ്കിലും റഹീമിന് അത് വളരെ ഗുണകരമായ രീതിയിൽ മാറും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പോസ്റ്റ്പോൺ ചെയ്ത ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ വരുന്ന ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ നമുക്ക് അതിൻ്റെ ഡേറ്റ് ലഭിക്കും. അത് കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ അറിയിക്കുന്നു. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ UDF-നെ വെട്ടിലാക്കി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്നും അല്ലെന്ന് പറയാൻ ആർക്കും അവകാശമില്ലെന്നും ഷാജി തുറന്നടിച്ചു. വഖഫ് ഭേദഗതി ബിൽ പാസാക്കുന്നതോടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് മുനമ്പം സന്ദർശിച്ച കേരള ചുമതലയുള്ള BJP ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവ്ദേക്കർ പ്രതികരിച്ചു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുക്കുമെന്ന് മുസ്ലിം ലീഗും ആവർത്തിക്കുന്നതിനിടെയാണ് മുന്നണിയിലെ ഭിന്നസ്വരം. പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം വ്യക്തിപരമെന്നും ലീഗിന് യോജിപ്പില്ലെന്നും തുറന്നു പറഞ്ഞ KM ഷാജിക്ക് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാൻ ആർക്കും അവകാശമില്ലെന്ന നിലപാടാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. VD സതീശന്റെ അഭിപ്രായം UDF-ൽ ചർച്ച നടത്തി പറഞ്ഞല്ലെന്ന് MK മുനീർ പറഞ്ഞതിന് പിന്നാലെയാണ് ഷാജി കൂടി രംഗത്തെത്തിയത്. BJP കേരള ഘടകത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ, വഖഫ് വിഷയത്തിലെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അംഗം അപരാജിത സാരംഗി തുടങ്ങിയവർ മുനമ്പത്തെത്തി. വഖഫ് ഭേദഗതി ബില്ലാണ് പ്രശ്നപരിഹാരത്തിനുള്ള വഴിയെന്ന് ആവർത്തിച്ച ജാവ്ദേക്കർ ബില്ലിനെ LDF-ഉം UDF-ഉം എതിർക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. Before the election, CM promised, we will solve the issue as soon as the code of conduct will be over. Now code of conduct is already over, but nothing has been done, and nothing will be done till the Waqf Act proposed by Modi government is not passed. അതിനിടെ മുനമ്പം നിവാസികൾ നടത്തുന്ന സമരം 57-ാം ദിനത്തിലേക്ക് കടന്നു. റവന്യൂ അധികാരം പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് സമരസമിതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുനമ്പം വിഷയത്തിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറയുന്നതാണ് ലീഗ് നിലപാടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മുനമ്പം വിഷയം അജണ്ടയായി കൊണ്ടു നടക്കുന്നത് CPM BJP നിലപാടാണെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. ലീഗിന്റെ അഭിപ്രായം സാദിഖലി ശിഹാബ് തങ്ങൾ ഒരിക്കൽ പറഞ്ഞ അതിൽ മാറ്റമൊന്നും വരില്ല. അങ്ങനെ മുനമ്പം വിഷയം സാമുദായിക സ്പർദ്ധത്തിന് വേണ്ടി ചിലർ അജണ്ടയാക്കിയെടുത്ത് ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ നോക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് മുസ്ലിം സംഘടനകളെ യോഗം ചേർന്ന് അതിനെ സംബന്ധിച്ച് സാദിഖലി ശിഹാബ് തങ്ങൾ നേരിട്ട് നിങ്ങൾ കോഴിക്കോട്ടെ പത്രക്കാരോട് പറഞ്ഞത്. ലീഗ് അവിടെ നിൽക്കുന്നു. കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി BJP-യും ഇടതുപക്ഷവും രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ച് കൊണ്ടുനടക്കുന്ന ഒരു വിഷയത്തിൽ നിങ്ങളാരും പാർട്ടി ആവണ്ട, അത് അധികം കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ ഉപയോഗിക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ADM നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. നവീൻ ബാബു മരിച്ച ഒക്ടോബർ 15-ന് കണ്ണൂർ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റിലാണ് പരാമർശം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും FIR-ലും ഇക്കാര്യം ഇല്ലാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് കണ്ണൂർ പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ പരാമർശം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബാഹ്യമായ പരുക്കുകളോ ആന്തരികമായ പരുക്കുകളോ ഇല്ലെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ രക്തക്കറ കണ്ടതിനെക്കുറിച്ച് പരാമർശമില്ല. കുടുംബത്തിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയാതിരിക്കുമ്പോഴാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ കേസന്വേഷണം CBIക്ക് വിടണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. നവീൻ ബാബുവിൻ്റെ ഭാര്യയോ സഹോദരനോ ബന്ധുക്കളോ ഇല്ലാതെയാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പോസ്റ്റ്മോർട്ടം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് നടത്താതെ കോഴിക്കോട് നടത്തണമെന്നുള്ള കുടുംബത്തിൻ്റെ ആവശ്യം പരിഗണിക്കാത്തതും സംശയങ്ങൾക്ക് കാരണമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ K ഗോപാലകൃഷ്ണന്റെ കള്ളത്തരം തുറന്നുകാട്ടി പോലീസ് റിപ്പോർട്ട്. ഹാക്കിംഗ് തെളിയിക്കുന്ന ഒരു തരിമ്പ് തെളിവ് പോലും റിപ്പോർട്ടിലില്ല. ഫോൺ ഫോർമാറ്റ് ചെയ്തതിൽ അടിമുടി ദുരൂഹതയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിന് കൈമാറിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18-ന് ലഭിച്ചു.
ഒക്ടോബർ 31-നാണ് ഫോൺ ഹാക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് ഗോപാലകൃഷ്ണൻ പോലീസിന് നൽകിയ പരാതിയും മൊഴിയും. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഒക്ടോബർ 31-ന് വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തി. ഗോപാലകൃഷ്ണൻ പരാതി നൽകിയ നവംബർ 4-ന് പോലീസ് മൊബൈൽ ഫോൺ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നവംബർ 5-ന് ഗോപാലകൃഷ്ണൻ പോലീസിന് കൈമാറിയത് വാട്സപ്പ് ഉപയോഗിക്കാത്ത ഫോണായിരുന്നു. ഈ ഫോൺ പരിശോധിച്ചപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഇതിൽ നിന്നല്ല എന്ന് വ്യക്തമായെന്ന് പോലീസ് പറഞ്ഞു. പിന്നീട് നവംബർ 6-നാണ് യഥാർത്ഥ ഫോൺ അന്വേഷണ സംഘത്തിന് നൽകുന്നത്. ഫോൺ നൽകിയത് എല്ലാ വിവരങ്ങളും ഫോർമാറ്റ് ചെയ്തതിന് ശേഷം. ആദ്യം ഫോർമാറ്റ് ചെയ്തത് നവംബർ 3-ന് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതുൾപ്പെടെ കെ ഗോപാലകൃഷ്ണന്റെ ഉദ്ദേശം അടിമുടി ദുരൂഹമെന്ന് വ്യക്തമാക്കുകയാണ് സർക്കാരിന് പോലീസ് കൈമാറിയ അന്വേഷണ റിപ്പോർട്ട്. നവംബർ 6-ന് ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകും മുൻപേ പലതവണ ഫോൺ ഫോർമാറ്റ് ചെയ്തുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. എന്നാൽ ഇതേ റിപ്പോർട്ടിൽ തന്നെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാനാവില്ലെന്നും പോലീസ് പറയുന്നു. വിദ്വേഷ പരാമർശങ്ങളടങ്ങിയ സന്ദേശങ്ങൾ ഗ്രൂപ്പിൽ ഇല്ലാത്തതിനാൽ കേസ് നിലനിൽക്കില്ല എന്നാണ് പ്രാഥമിക അന്വേഷണം നടത്തിയ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ അജിത് ചന്ദ്രൻ നായരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നടൻ ദിലീപിന്റെ ശബരിമലയിലെ VIP ദർശന വിവാദത്തിൽ വീഴ്ച സമ്മതിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദിലീപിന് സൗകര്യമൊരുക്കിയപ്പോൾ സാധാരണ തീർത്ഥാടകരുടെ ദർശനം തടസ്സപ്പെടുത്തിയത് ഗുരുതര വീഴ്ചയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. മുറി ഉൾപ്പെടെ നൽകിയത് സാധാരണ നടപടി മാത്രമാണെന്നും പ്രശാന്ത് ന്യായീകരിച്ചു. സാധാരണ തീർത്ഥാടകരുടെ ദർശനം തടസ്സപ്പെടുത്തി ദിലീപിന് സൗകര്യമൊരുക്കിയത് ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണെന്ന് സമ്മതിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് രംഗത്ത് വരുന്നത്. വീഴ്ച വരുത്തിയവരുടെ വിശദീകരണം കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കും. ഭഗവാന്റെ മുന്നിൽ ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിന്റെ മുന്നിൽ VIP, ഭഗവാന്റെ മുന്നിൽ VIP ഒന്നുമില്ല. പക്ഷെ അവിടെ വന്നൊരു ചെറിയൊരു പിഴവ് എന്ന് പറയുന്നത് ഭക്തജനങ്ങളെ ഒരു ചെറിയ സമയത്ത് തടഞ്ഞു നിർത്തേണ്ടി വന്നു. അത് ഗുരുതരമായൊരു വിഷയമാണ്. അത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അതിൽ ആരൊക്കെയാണോ അതിന്റെ ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ അത് കൃത്യമായി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ദേവസ്വം ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ വിശദീകരണം വന്നതിന് ശേഷം ഉചിതമായ ശക്തമായ നടപടി സ്വീകരിക്കും. ദിലീപിന് മുറി നൽകിയതിൽ തെറ്റില്ല എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. ഇത്തരത്തിൽ നിരവധി പേർക്ക് നൽകാറുണ്ട്. ഭക്തരുടെ ദർശനം തടസ്സപ്പെടാതിരിക്കാനുള്ള തുടർ നടപടികൾ ഉണ്ടാകും. ദിലീപിന്റെ മാത്രം കാര്യമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മറ്റു വിപികളും ഉണ്ടായിരുന്നല്ലോ അവിടെ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു ജില്ലാ ജഡ്ജി ഉണ്ടായിരുന്നു, വേറെ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള VIP ആയിട്ടുള്ള MLA-മാരോ മന്ത്രിമാരോ ഹൈക്കോടതി ജഡ്ജിമാരോ ഒക്കെ വന്നാലും ഞങ്ങൾ സ്വാഭാവികമായും അവിടെ ഒരു ഗസ്റ്റ് എന്നുള്ളതിൽ കൊണ്ടിരുത്താറുണ്ട്. സുനിൽ സ്വാമിയെക്കുറിച്ചുള്ള കോടതി പരാമർശം വന്ന ഉടനെ അദ്ദേഹം മലയിറങ്ങി. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരുള്ള ഡോണർ ഹൌസിൽ പണം നൽകിയാണ് സുനിൽ സ്വാമി താമസിച്ചത്. ഹൈക്കോടതി നാളെ വീണ്ടും കേസ് പരിഗണിക്കാനിരിക്കെയാണ് ബോർഡ് പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കിയത്. ബിപിൻ മുരളിക്കൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി മാർഗനിർദ്ദേശത്തെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലി എഴുന്നള്ളിപ്പിന് ആനകളുടെ എണ്ണം കുറച്ചു. 3 ആന എന്നത് ഒരാനയാക്കാനാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി തീരുമാനം. അതിനിടെ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിഷേധവും ശക്തമാവുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഇന്ന് ആചാര സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിക്കും. കർഷക മാർച്ചിൽ സംഘർഷം. ഡൽഹി ചലോ മാർച്ച് തുടങ്ങിയ കർഷകർക്ക് നേരെ വീണ്ടും പോലീസ് നടപടി. ശംഭു അതിർത്തിയിൽ നിന്ന് മാർച്ച് നടത്തിയ കർഷകരെ തടഞ്ഞ ഹരിയാന പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പോലീസ് നടപടിയിൽ 8 കർഷകർക്ക് പരിക്കേറ്റു. പോലീസ് നടപടിയുടെ പശ്ചാത്തലത്തിൽ മാർച്ച് ഇന്നത്തേക്ക് നിർത്തിവെക്കുന്നതായി കർഷകർ അറിയിച്ചു. കിരൺ ബാബു നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, വളരെ ശക്തമായ പ്രതിരോധം തീർക്കുകയായിരുന്നു പോലീസ്. കർഷകർക്ക് നേരെ 8 കർഷകർക്ക് പരിക്കേറ്റു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ മാർച്ച് നിർത്തുന്നത്. തുടർ സമര പരിപാടികൾ ഏത് തരത്തിലാണ് ആലോചിക്കുന്നത് കർഷകർ? ആര്യ, ഇന്നത്തെ ഡൽഹി ചലോ മാർച്ചാണ് നിർത്തിവെച്ചത്. പ്രക്ഷോഭം അവസാനിപ്പിച്ചിട്ടില്ല. നാളെ കർഷക സംഘടനകൾ യോഗം ചേർന്ന് തുടർ പ്രക്ഷോഭം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കും. ഇന്ന് രാവിലെ മുതൽ തന്നെ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ സംഘർഷാവസ്ഥയായിരുന്നു. ഒരു ഭാഗത്ത്
കർഷകർ നിൽക്കുന്നു. മറുഭാഗത്ത് പോലീസ് പല തട്ടുകളായി തിരിച്ച ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് അതിർത്തിക്ക് സമാനമായ രീതിയിലേക്ക് കോൺക്രീറ്റ് ബാരിക്കേഡ്, അതിൻ്റെ മുന്നിൽ ആണി തറച്ച കോൺക്രീറ്റ് താഴെ നിരത്തിയിരിക്കുന്നു. അതിനുശേഷം മുള്ളുകമ്പി കൊണ്ടുള്ള ബാരിക്കേഡുകൾ, അതിനുശേഷം ഇരുമ്പ് ബാരിക്കേഡുകൾ, അങ്ങനെ പല ലെയറായിട്ടുള്ള ബാരിക്കേഡുകൾ നിരത്തി പോലീസ് ഒരു ഭാഗത്ത് നിന്നു. പലതവണ കർഷകർ മെയിൻ റോഡിലൂടെയും സൈഡിലെ പാടങ്ങളിലൂടെയും ഒക്കെ മുന്നേറാൻ ശ്രമിച്ചെങ്കിലും അവിടെയെല്ലാം പോലീസ് അതിശക്തമായ തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു. അവസാനം പോലീസ് കർഷകർക്കു നേരെ കണ്ണീർവാതകം തുടർച്ചയായി പ്രയോഗിച്ചു. കണ്ണീർവാതകം പ്രയോഗിച്ചപ്പോൾ കർഷകർ നനഞ്ഞ ചാക്കുകൾ നനച്ച് കണ്ണീർവാതക ഷെല്ലുകൾക്ക് മുകളിലിട്ട് ഇതിനെ നേരിടാനും അതോടൊപ്പം തന്നെ മുഖം മുഴുവൻ തുണി കൊണ്ട് മൂടിക്കെട്ടിയ ശേഷം കണ്ണിൽ പൂർണ്ണമായും കണ്ണ് മൂടിക്കെട്ടുന്ന കണ്ണാടികൾ ധരിച്ചുകൊണ്ട്, അത്തരം കണ്ണടകൾ ധരിച്ചുകൊണ്ടൊക്കെ അവർ ഇതിനെ നേരിടാനൊക്കെ ശ്രമിച്ചു. ഇത് പോലീസുമായി വീണ്ടും സംഘർഷത്തിന് നൽകി. അങ്ങനെ ഈ മറികടന്ന് മുന്നിലേക്ക് ചെല്ലുന്നവർക്ക് നേരെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് നേരിട്ടത്. കുറേ കർഷകർക്ക് പരിക്കേറ്റു, ചിലർക്ക് 10ഓളം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഒരാൾ ICUവിലാണ് ഇപ്പോൾ. ഇതിനെ തുടർന്ന് തൽക്കാലം സമരം നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പിന്നെ മറ്റൊരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുകൂടി കർഷകർക്ക് ആ തരത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. നാളെ വീണ്ടും യോഗം ചേർന്ന് തുടർ സമരം എങ്ങനെ വേണം എന്ന് തീരുമാനിക്കും. ശരി, ആർ കിരൺ ബാബു വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇന്ദുജിയുടെ മരണത്തിൽ ഭർത്താവും സുഹൃത്തും അറസ്റ്റിൽ. തിരുവനന്തപുരം പാലോട് നവവധു ഇന്ദുജിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് അഭിജിത്തും സുഹൃത്ത് അജാസും അറസ്റ്റിൽ. ആത്മഹത്യയ്ക്ക് കാരണം ഇരുവരുടെയും മർദ്ദനവും മാനസിക പീഡനവുമാണെന്ന് പോലീസ് പറയുന്നു. ആത്മഹത്യയ്ക്ക് തൊട്ടു മുൻപ് ഇന്ദുജയ്ക്ക് വന്ന ഫോൺ കോൾ അജാസിന്റേതാണെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. 2 ദിവസമായി തുടരുന്ന അന്വേഷണത്തിനൊടുവിലാണ് തിരുവനന്തപുരം പാലോട്ടെ നവവധുവിന്റെ മരണത്തിൽ ഭർത്താവ് അഭിജിത്ത്, സുഹൃത്ത് അജാസ് എന്നിവർ അറസ്റ്റിലായത്. അഭിജിത്തിനെതിരെ ഭർത്തൃപീഡനം, ആത്മഹത്യാ പ്രേരണ, ദേഹോദ്രവമേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തി. അജാസിനെതിരെ പട്ടികജാതി പീഡനം, ദേഹോദ്രവമേൽപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളും ചാർത്തി. ആത്മഹത്യയ്ക്ക് തൊട്ടു മുൻപ് ഇന്ദുജയ്ക്ക് ഫോൺ വിളി വന്നതായി അഭിജിത്തിന്റെ അമ്മൂമ്മ മൊഴി നൽകിയിരുന്നു. ഇത് അജാസിന്റേതാണെന്നും പോലീസ് കണ്ടെത്തി. ഇതിനു പിന്നാലെ മുകളിലത്തെ നിലയിലെ മുറിയിലേക്ക് പോയി ജനൽ കമ്പിയിൽ ഇന്ദുജ തൂങ്ങി മരിച്ചുവെന്നാണ് കരുതുന്നത്. അഭിജിത്തിന്റെയും അജാസിന്റെയും മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇന്ദുജയ്ക്ക് മർദ്ദനമേറ്റതായും വ്യക്തമായിരുന്നു. ആത്മഹത്യയ്ക്ക് 2 ദിവസം മുൻപാണ് അജാസ് കാറിനുള്ളിൽ വെച്ച് ഇന്ദുജയെ മർദ്ദിച്ചത്. അഭിജിത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. അഭിജിത്ത് ഇന്ദുജയെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതായാണ് സൂചന. ഇരുവരുടെയും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അജാസുമായി ഇന്ദുജ നേരത്തെ സൗഹൃദത്തിലായിരുന്നു. ആത്മഹത്യയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ദുജയുടെ കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലാണ് സംഭവം. പാണത്തൂർ സ്വദേശിനി ചൈതന്യാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഹോസ്റ്റൽ വാർഡൻ മാനസികമായി പീഡിപ്പിച്ചതാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്നാണ് സഹപാഠികളുടെ ആരോപണം. 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി പാണത്തൂർ സ്വദേശിനി ചൈതന്യാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ഹോസ്റ്റൽ വാർഡൻ മാനസികമായി പീഡിപ്പിച്ചതാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെന്ന് സഹപാഠികൾ ആരോപിച്ചു. ഇതോടെ വാർഡനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതേസമയം കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ആശുപത്രി MD C ഷംസുദ്ദീൻ പറഞ്ഞു. പോലീസ് അന്വേഷണം നടക്കട്ടെ എന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനെക്കുറിച്ച് ഏതായാലും ഒരു ഇന്റേണൽ അന്വേഷണം എന്തായാലും ഉണ്ട്. കുട്ടികളുടെ ആശങ്ക മാറ്റി കൊടുക്കണം. അത് നമ്മുടെ നിർബന്ധം തന്നെയാണ്. കുട്ടികളുടെ ആശങ്ക മാറ്റി കൊടുക്കണം. ഉണ്ടായ സംഭവം വളരെയേറെ ദൗർഭാഗ്യകരമാണ്, ദുഃഖകരമാണ്. അതിന് എന്ത് ഉണ്ടായാലും അതിന് കാരണക്കാരായ രക്ഷപ്പെടണം. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പിന്മേൽ വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. എറണാകുളം പിറവത്ത് സ്കൂൾ അധ്യാപകനെതിരെ പോക്സോ കേസ്. വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് കേസ്. കഴിഞ്ഞ മാസം 14-ന് ഉപജില്ലാ കലോത്സവം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അധ്യാപകൻ ഉപദ്രവിച്ചെന്നാണ് പരാതി. ഒപ്പം യാത്ര ചെയ്തിരുന്ന കുട്ടിയെയും അമ്മയെയും ഇറക്കി വിട്ടതിനു ശേഷം വിദ്യാർത്ഥിനി അധ്യാപകനൊപ്പം തനിയെ യാത്ര ചെയ്തപ്പോഴാണ് സംഭവം. പിറവം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവം നടന്നത് മുളന്തുരുത്തി സ്റ്റേഷൻ പരിധിയിലായതിനാൽ കേസ് അവിടേക്ക് കൈമാറി.
തൃശൂർ ഒല്ലൂർ പോലീസിന് നേരെ വീണ്ടും അതിക്രമം. എരവിമംഗലം ഷഷ്ടിക്കിടെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെ കൈ തിരിച്ചൊടിച്ചു. CPM ചിറ്റിശ്ശേരി മുൻ ബ്രാഞ്ച് സെക്രട്ടറി അനന്തുവിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. അനന്തു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് അപമര്യാദയായി പെരുമാറിയതോടെ കൂടുതൽ പോലീസ് വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഇതോടെ നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അനന്തുവിനെ കസ്റ്റഡിയിലെടുത്തു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലാലു അടക്കം 3 പോലീസുകാർക്കാണ് പരുക്കേറ്റത്. അക്രമത്തിൽ 2 FIR രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. കൊച്ചി പനങ്ങാട് പോലീസിന് നേരെ വധശ്രമ കേസ്. പ്രതിയുടെ നേതൃത്വത്തിൽ അതിക്രമം. മദ്യപിച്ച് വാഹനത്തിന് മുകളിൽ കയറിയുള്ള അഭ്യാസ പ്രകടനം ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണം. 1-ാം പ്രതി ഷമീർ വധശ്രമം ഉൾപ്പെടെ 4 കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. 2-ാം പ്രതി അനൂപ് യൂത്ത് കോൺഗ്രസ് അരൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. ചേർത്തല തൈക്കാട്ടുശ്ശേരി സ്വദേശികളായ 7 പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. റിമാൻഡ് ചെയ്തു. ഷമീറിനോടും അനൂപിനോടുമൊപ്പം കൊച്ചി കാണാനെത്തിയവരാണ് മറ്റ് 5 പേർ. പുലർച്ചെ 2 മണിക്ക് കുമ്പളം പാലത്തിന് മുകളിൽ കാർ നിർത്തി അതിനു മുകളിൽ കയറിയിരുന്നായിരുന്നു യുവാക്കളുടെ പരാക്രമം. അതുവഴി വന്ന പട്രോളിംഗ് സംഘത്തിലെ പോലീസുകാർ കാർ പാലത്തിൽ നിന്ന് നീക്കാൻ ആവശ്യപ്പെട്ടു. കാറിലുണ്ടായിരുന്ന 7 പേരും പോലീസിന് നേരെ കയർത്തു. അസഭ്യം വിളിക്കുകയായിരുന്നു. CPM-നെ വെല്ലുവിളിച്ച് KPCC അധ്യക്ഷൻ K. സുധാകരൻ. CPM-ന്റെ ഓഫീസുകൾ തകർക്കാൻ കോൺഗ്രസിന്റെ 10 പിള്ളേർ മതി എന്നാണ് സുധാകരന്റെ പ്രസ്താവന. CPM ഓഫീസ് പൊളിച്ചു കാണിച്ചു തരാമെന്നാണ് സുധാകരന്റെ വെല്ലുവിളി. പിണറായി വെണ്ടുട്ടായിൽ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K. സുധാകരന്റെ പ്രസംഗം. നിങ്ങളെ പഠിപ്പിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനം തയ്യാറെടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നോക്കി നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ ഓഫീസുകളൊക്കെ നിങ്ങളത് പൊളിക്കാൻ ഞങ്ങൾക്ക് 10 പിള്ളേരെ രാത്രി അയച്ചാൽ ഇതൊക്കെ പൊളിക്കാൻ പറ്റും. CPM-കാർ ധരിക്കുന്നത് നിങ്ങളതൊന്നും പൊളിക്കാൻ കഴിയില്ല എന്നാണോ? പൊളിച്ച് കാണണമെന്ന് CPM-ന് ആഗ്രഹമുണ്ടോ? ഇല്ലെങ്കിൽ പറയണോ? നിങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാം. ആൺകുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാം. അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുക എന്ന രാഷ്ട്രീയം ഞങ്ങൾക്കില്ല. പക്ഷേ എങ്കിൽ പോലും അത് ആവശ്യമാണ്, അനിവാര്യമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ ആവശ്യകതയുടെ മുമ്പിൽ ഞങ്ങൾ തലകുനിക്കില്ല എന്ന് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആളുകളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. KPCC പ്രസിഡന്റ് സ്ഥാനം മാറുമെന്ന വാർത്ത തള്ളി K. സുധാകരൻ. തീരുമാനമെടുക്കേണ്ടത് ഇവിടെ നിന്നല്ല, അവിടെ ചർച്ച ചെയ്യും. മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. അത് ഈടുമല്ലല്ലോ തീരുമാനിക്കുന്നത്. അതിന് വേറെ ചർച്ച ചെയ്യുന്നു എന്നില്ലേ തീരുമാനിക്കുള്ളൂ. നിങ്ങൾ അറിയൂ കേട്ടോ. അങ്ങനെ വാർത്ത ഏടി പ്രചരിച്ചിട്ടില്ല. നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ മാറ്റി വെച്ചോ. മറ്റ് വാർത്തകളിലേക്ക്. മധു മുല്ലശ്ശേരി തികഞ്ഞ വർഗീയവാദിയാണെന്ന് മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയി. വർഷങ്ങളോളം പാർട്ടി നൽകിയ ക്ലാസുകൾ മധു ഉൾക്കൊണ്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മധു തികഞ്ഞ ജാതീയത കൊണ്ടു നടക്കുന്നയാളാണെന്ന് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും V. ജോയി ന്യൂസ് 18 Q18-ൽ പറഞ്ഞു. ഇയാൾ ഈ രൂപത്തിലും ഭാവത്തിലും എല്ലാം പാർട്ടിയിൽ വന്നപ്പോഴും ഞങ്ങൾ കൊടുത്ത ക്ലാസ്സുകളും ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളും ഒന്നും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ പോയില്ല. ഒരു തികഞ്ഞ ഒരു വർഗീയ മനസ്സിനുള്ളിൽ സൂക്ഷിച്ച ആളാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ സംഭാഷണം വരുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇടയ്ക്ക് കമ്മിറ്റികളിൽ സഹാക്കൾ എന്നോട് പറയാറുണ്ട്, ഒരു തൻ്റേട് തരം, എല്ലാവരും എൻ്റെ കീഴെയാണ് എന്ന ഒരു നിലപാട്, ധാർഷ്ട്യം, ധിക്കാരം, ബാക്കിയുള്ളവരെല്ലാം പുച്ഛമാണ്, എല്ലാവരോടും പുച്ഛമാണ്, ഇങ്ങനെ ചില സമീപനം തുടരെ ഈ ഏരിയ സെക്രട്ടറി സ്വീകരിക്കാറുണ്ട് എന്ന് പാർട്ടിയിലെ ഏരിയ കമ്മിറ്റി മെമ്പർമാരും താഴെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും എല്ലാം പരാതി പലപ്പോഴായിട്ട് എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോഴാണ് മനസ്സിലായത്, ഇയാളുടെ മനസ്സിൽ തികഞ്ഞ ഒരു വർഗീയവാദിയാണ്, അല്ലെങ്കിൽ ജാതി കൊണ്ടു നടക്കുന്ന ആളാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒരാളെ നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല.
ബിജോയ് വിഭാഗീയ പ്രവർത്തനം നടത്തുന്നു. ആ തരത്തിലുള്ള ആരോപണങ്ങളാണ്. മംഗലപുരത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ സെക്രട്ടറി ആയതിനു ശേഷം ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ പാർട്ടിയിൽ കാണൂലെന്ന് വിരട്ടുകയാണ്. എന്റെ സ്വഭാവം അനുസരിച്ച് ഷാർപ്പായി തന്നെ പറയും. മധു മുലശ്ശേരിയുടെ ഒരു പ്രസ്താവനയാണ്, ഞാൻ നല്ല ഒന്നാന്തരം നായരാണ്. ഒരു വർഗീയത മനസ്സിനുള്ളിൽ സൂക്ഷിച്ച ആളാണെന്നുള്ളത്. തോറ്റപ്പോൾ ചിരിച്ച സ്ഥാനാർത്ഥിയാണ് ബിജോയ്. ചിലപ്പോൾ കാറി കിടന്നുറങ്ങിയിട്ടുണ്ട്, ചിലപ്പോൾ 2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ റിസ്ക് എടുത്തതാണ്. അല്ലാതെ ഇയാൾ പറയുന്നത് പോലെ, ഇയാൾ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാതിരുന്നത് പോലെയല്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങാതിരുന്നത് പോലെയല്ല, നാട്ടുകാരൻ്റെ കാശ് വിരിച്ച് വീട്ടിൽ കൊണ്ടുവച്ചതുപോലെയല്ല. മറ്റു വാർത്തകളിലേക്ക്. സഭാ തർക്കം പരിഹരിക്കാനുള്ള ചർച്ചകളോട് അനുകൂല നിലപാടുമായി യാക്കോബായ സഭാ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ. സഭകളുടെ ഐക്യവും സമാധാനവും അനിവാര്യമെന്ന് പാത്രിയാർക്കീസ് ബാവ പറഞ്ഞു. കോടതികളിലൂടെ സഭയിൽ സമാധാനം ശാശ്വതമായി നടപ്പാക്കാൻ കഴിയില്ല. ചർച്ചകളിലൂടെയും സ്നേഹത്തിലൂടെയും മാത്രമേ സാധിക്കൂ. സഭാ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരും സഭാ മേലധ്യക്ഷന്മാരും കൈക്കൊള്ളുന്ന ശ്രമങ്ങളെ അംഗീകരിക്കുന്നതായും വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബാവ പറഞ്ഞു. We always pray and work for peace in the church, unity in the church. We always work for finding lasting solution to the division that happened here in Malankara. Even during our apostolic visit, we set up a committee to work on solving issues of the church. And that committee still stands and is ready to meet with whoever wants to discuss peace in the church and reconciliation in our church. Civil courts cannot solve issues of faith and ecclesiastical matters. We would like to see peace in Kerala. We would like to see peace in our church, peace among all Christian churches and in the entire world, in fact. അഡ്ലേഡ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് ആധികാരിക ജയം. 10 വിക്കറ്റിനാണ് ഓസീസ് ഇന്ത്യയെ തകർത്തത്. ഇന്ത്യ ഉയർത്തിയ 19 റൺസ് വിജയലക്ഷ്യം രണ്ടാം ഇന്നിംഗ്സിൽ 3.2 ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഓസ്ട്രേലിയ ലക്ഷ്യം കണ്ടു. മൂന്നാം ദിവസം 5ന് 128 എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 47 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ ഓൾ ഔട്ട് ആവുകയായിരുന്നു. 42 റൺസ് നേടിയ നിതീഷ് റെഡ്ഡിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഇതോടെ പരമ്പരയിൽ ഓസ്ട്രേലിയ ഇന്ത്യയ്ക്ക് ഒപ്പമെത്തി. ജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പട്ടികയിൽ ഓസീസ് 1ാം സ്ഥാനത്തേക്ക് കുതിച്ചപ്പോൾ ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. നടൻ കാളിദാസ് ജയറാമിന് പ്രണയ സാഫല്യം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കാളിദാസ് ജയറാമിന്റെയും മോഡൽ തരുണിയുടെയും വിവാഹം. നാലു വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ കണ്ണന് മുന്നിൽ നടൻ കാളിദാസ് ജയറാം താരിണി കലിംഗരായരുടെ കഴുത്തിൽ മിന്നുചാർത്തി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ രാവിലെ 7:30-നും 7:45-നും മധ്യയുള്ള മുഹൂർത്തത്തിലായിരുന്നു വിവാഹം. പീച്ച് സ്റ്റൈലിൽ ഗോൾഡൻ വർക്കുകൾ വരുന്ന സാരിയിൽ സുന്ദരിയായാണ് താരിണി എത്തിയത്. ചുവപ്പിൽ ഗോൾഡൻ ബോർഡർ വരുന്ന മുണ്ടും മേൽമുണ്ടും പഞ്ചകച്ചം സ്റ്റൈലിൽ ധരിച്ചാണ് കാളിദാസ് വിവാഹത്തിനെത്തിയത്. മാതാപിതാക്കളായ ജയറാമും പാർവതിയും വധൂവരന്മാരെ അനുഗ്രഹിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി PA മുഹമ്മദ് റിയാസ് തുടങ്ങിയവരും വധൂവരന്മാർക്ക് വിവാഹ മംഗളാശംസകൾ നേർന്നു. ശബരിമല വാർത്തകളിലേക്ക്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ലൈവ് at 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം. സുവി വിശ്വനാഥിനെത്തും. നമസ്കാരം.